മക്കളെ, ഞാനിവിടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ ആണ്. ഒരുപാട് പേരുടെ പ്രശ്നമാണിത്. ഡിഗ്രി പ്രിലിംസ് അവർ എക്സാം ക്രാക്ക് ചെയ്തു. ഒരു മോഡറേറ്റ് മാർക്കാണുള്ളത്. അതായത് അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. പക്ഷെ വിചാരിച്ച രീതിക്കൊന്നും അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. മാർക്കിന്റെ റേഞ്ച് ഒരു 40-50 ആ നിലവാരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇവരെല്ലാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഇവർക്ക് മെയിൻസ് പഠിക്കാൻ ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഡിഗ്രി മെയിൻസ് അവരെ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ചിന്ത വന്ന് കിടക്കുകയാണ്, ഞാനിത് പഠിച്ചാൽ കിട്ടത്തില്ല, സോ അടുത്ത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ അതിൽ ഫോക്കസ് ചെയ്യാം. അത് ഒരുപാട് പേര് എന്നോട് വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് ഒരാളുടെ പ്രശ്നമല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ പ്രശ്നമല്ല. ഈ പ്രിലിംസ് എഴുതിയ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഈ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. അവരെ കൊണ്ട് അങ്ങോട്ട് പറ്റുന്നില്ല. മെയിൻസ് പഠിക്കണം, മനസ്സിനകത്തൊരു ഉറപ്പ് കിട്ടുന്നില്ല. പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയല്ലേ, ഹൈക്കോടതി ടെസ്റ്റിന് വരാൻ പോവുകയല്ലേ, അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി വരാൻ പോവല്ലേ, LD വരാൻ പോവല്ലേ, ഇതെന്തായാലും പോയി നമുക്ക് അതിന് പ്രിപ്പയർ ചെയ്യാം. ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ, ആ ഒരു അവസ്ഥയിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ നിങ്ങൾക്ക് സാധ്യതകൾ പറഞ്ഞുതരാം, വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വെച്ച് അനലൈസ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, നിങ്ങളുടെ മുമ്പിലുള്ള ചാൻസ് എത്രമാത്രം വലുതാണ്. അതായത് നിങ്ങൾക്ക് 40+ മാർക്കുണ്ടോ, നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉറപ്പായിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണും. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഉറച്ചു പറയുന്നു? കാരണം ആകെ 3,95,000 ആൾക്കാരാണ്, 3,95,000 ആൾക്കാർ എക്സാം എഴുതി. അതിനകത്ത് എക്സാം എഴുതിയല്ല, അപ്ലൈ ചെയ്തു. 3,95,000 ആൾക്കാർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ സാധ്യത എത്രയാണ്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ ഒരു 4,000-ഓളം നിയമനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കാര്യം ഇപ്പം തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ ചേർത്തിട്ട് ഏതാണ്ട് ഒരു 3,000-ലധികം നിയമനം കഴിഞ്ഞു. ഇനിയും ആ റാങ്ക് ലിസ്റ്റിന് ഒരു 7-8 മാസം കാലാവധിയുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 10 മാസം കാലാവധിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 4,000 അടിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ സാധ്യത എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന 98-ൽ ഒരാൾക്ക് ജോലി, ഇതാണ് സാധ്യത വരുന്നത്. ഓക്കെ, അതായത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, എത്ര പേര് അപ്ലൈ ചെയ്തു, അത് വെച്ച് നോക്കുമ്പോൾ 98-ൽ ഒരാൾക്ക് ജോലിയാണ്. ഇനി അത് കഴിഞ്ഞ് ഈ 3,95,000 ആൾക്കാരും എക്സാം എഴുതാൻ പോയോ? അവിടെയാണ് ദ തിങ് ബിഹൈൻഡ് ദിസ്. ഇല്ല, ആകെപ്പാടെ ഒരു 2.25 ലക്ഷം ആൾക്കാർ മാത്രമേ എക്സാം എഴുതിയിട്ടുള്ളൂ. കാര്യം നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഫേസ് എഴുതിയ ആൾക്കാർ കാണും, സെക്കൻഡ് ഫേസ് എഴുതിയ ആൾക്കാർ കാണും, തേർഡ് ഫേസ് എക്സാം എഴുതിയ ആൾക്കാർ കാണും. നിങ്ങൾ എഴുതാൻ പോയ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? ഇപ്പോൾ ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ 8-9 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. 8-9 കുട്ടികൾ മാത്രം, പകുതി ആൾക്കാർ പോലുമില്ല. അപ്പോൾ ഒരു 2.25 ലക്ഷം ആൾക്കാർ എക്സാം എഴുതി കാണും. അവിടെയും വേക്കൻസി എത്രയാണ്? 4,000 ആണ്. അവിടെയും വേക്കൻസി 4,000 ആണ്. അതായത് അപ്ലൈ ചെയ്യുന്ന നിയർലി ഒരു 60-ൽ ഒരാൾക്ക് ജോലി. 60-ൽ ഒരാൾക്ക് ജോലി അപ്ലൈ ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല, എക്സാം എഴുതിയതിൽ 60-ൽ ഒരാൾക്ക് ജോലി. ഇനി അത് കഴിഞ്ഞ് ഈ 2.25 ലക്ഷം ആൾക്കാർ എക്സാം എഴുതിയതിൽ എത്ര പേര് പഠിച്ചിട്ട് പോക്കാണ്? ജസ്റ്റ് ഒന്ന് കോമൺ ലോജിക് ഒന്ന് അപ്ലൈ ചെയ്ത് എത്ര പേര് പഠിച്ചിട്ട് പോക്കാണ്? ഒരു 60,000, 50,000, 60,000 ആൾക്കാർ, ഞാൻ മാക്സിമം ഇടാണ്. 60,000 ആൾക്കാർ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോക്കാൻ. ഓക്കെ, ഇച്ചിരി സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് പോയ ആൾക്കാരാണ്. നല്ല സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് പോയ ആൾക്കാർ ഒരു 10-20,000 പേര് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ വായിച്ചിട്ട് പോയ ആൾക്കാർ 60,000 ആൾക്കാരാണ്. ഇവിടെ എത്ര പേര് പ്രിലിംസിന്റെ ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ആവും? കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രിലിംസിന്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 50,000-ഓളം ആൾക്കാരാണ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത് ആ ക്വാളിഫൈഡ് ലിസ്റ്റിനകത്ത് വന്നേക്കുന്നത്, പ്രിലിംസിന്റെ ലിസ്റ്റിനകത്ത് വന്നേക്കുന്നത്, അതായത് മെയിൻസ് എഴുതാനുള്ള ലിസ്റ്റിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്കൊരു 50,000 ആൾക്കാരെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് പഠിച്ചിട്ട് പോകുന്ന എല്ലാവരും ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിനകത്ത് വരും. ഓക്കെ, ഇനി അടുത്ത് ഒരു 50,000 ആൾക്കാരെ ലിസ്റ്റിനകത്ത് വന്നാൽ അവിടെ 4,000 വേക്കൻസി അടയ്ക്കണം. 4,000 വേക്കൻസി അടയ്ക്കണം. ആ പ്രിലിംസ് എഴുതുന്ന 12-ൽ ഒരാൾക്ക് ജോലി, അല്ലെങ്കിൽ 13-ൽ ഒരാൾക്ക് ജോലി പോട്ടെ, അല്ലെങ്കിൽ 15-ൽ ഒരാൾക്ക് ജോലി. ഞാൻ മാക്സിമം ഇടണം, വേക്കൻസി ഞാൻ കുറച്ചിടാണ്. പ്രിലിംസ് എക്സാം എഴുതുന്ന 15-ൽ ഒരാൾക്ക് ജോലി. അവിടെ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ആ 15-ൽ ഒരാളാവാൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് 15-ൽ ഒരാളാവാനോ പാട്, അതോ അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് സെക്രട്ടറി അടിക്കാൻ? പഞ്ചായത്ത് സെക്രട്ടറിക്കകത്ത് ആകെ ഒരു 150-ഓളം വേക്കൻസി പ്രതീക്ഷിക്കാം. ഒരു 4 ലക്ഷം ആൾക്കാരൊക്കെ അപ്ലൈ ചെയ്യുമായിരിക്കും, 2 ലക്ഷം ആൾക്കാരൊക്കെ എക്സാം എഴുതായിരിക്കും. പക്ഷെ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, അപ്ലൈ ചെയ്യുന്ന 200-ലും 300-ലും ഒരാൾക്ക് ജോലി, ഇവിടെ അപ്ലൈ ചെയ്യുന്ന 15-ൽ ഒരാൾക്ക് ജോലി. ഏത് കോമ്പീറ്റ് ചെയ്യാനാണ് എളുപ്പം? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. അതായത് ഇത്രയും വലിയൊരു കോമ്പറ്റീഷനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നേരിടണോ, അതോ ഇപ്പോൾ ഒരു 3 മാസം പഠിച്ച് ഇതിനകത്ത് കയറിപ്പോകണം, 15-ൽ ഒരാളായിട്ട് കയറിപ്പോകണം? ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് അടുത്ത് വരാൻ പോകുന്ന LD,
അപ്ലൈ ചെയ്യുന്ന ചിലപ്പോൾ ഒരു 1000 ഒരാൾക്ക് ജോലി ആയിരിക്കാം, 800 ഒരാൾക്ക് ജോലി ആയിരിക്കാം, പക്ഷെ ഇവിടെ 15 ഒരാൾക്ക് ജോലി. അപ്പോൾ ഈ ചാൻസ് നിങ്ങൾ മിസ്സാക്കാവണം മക്കളെ. നിങ്ങൾ എഴുതാൻ പോകുന്ന ഏറ്റവും അധികം വേക്കൻസി ഉള്ള, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന കേരള PSC ഏറ്റവും അധികം വേക്കൻസി ഉള്ള പരീക്ഷ, ഒരു ഡൗട്ടും ഇല്ല ഏതാ? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒന്നും പറയുന്നില്ല, കാര്യം ഒരു 150 to 200 അത്രയും അഡ്വൈസൊക്കെ ആയിരിക്കും, പോട്ടെ 250 അഡ്വൈസൊക്കെ ആയിരിക്കും ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോകാൻ പോകുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 4000 വേക്കൻസി. ഇനി അടുത്ത് നിങ്ങൾ ഇത് മിസ്സാക്കിയിട്ട് അടുത്ത് എഴുതാൻ പോകുന്ന പരീക്ഷകളുടെ വേക്കൻസി എത്രയാണ്? ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അടിക്കാണ് ഒരു 150 to 200. ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, നിങ്ങളിപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളാണ്, ഉറപ്പായിട്ടും പഞ്ചായത്ത് സെക്രട്ടറിനെ പ്രിപ്പയർ ചെയ്യേണ്ട ഏറ്റവും നല്ല എക്സാം, ഒരു ഡൗട്ടും അതിനകത്തില്ല. പക്ഷേ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ആകുമെന്ന് ഉറപ്പുള്ള നിങ്ങൾ ഈ ചാൻസ് കളഞ്ഞിട്ട് ഏത് സ്വർഗത്തേറാ പോയി പിടിക്കാൻ പോകുന്നത്? ഏത് എക്സാമിനെ പോയി പിടിക്കാൻ പോകുന്നത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും മികച്ച അവസരം, ഏറ്റവും വലിയ ചാൻസ്, ഒരു ഡൗട്ടും ഇല്ലടാ, പോയി പ്രിപ്പയർ ചെയ്യും, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഇത്രയും കോമ്പറ്റീഷൻ കുറഞ്ഞ മറ്റൊരു എക്സാം ഇല്ല, മറ്റൊരു ഡിഗ്രി ലെവൽ എക്സാം ഇല്ല. ആ ചാൻസ് എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ ഇനി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം, സെപ്റ്റംബറിൽ തന്നെ പ്രതീക്ഷിക്കാം. കാരണം കേരള PSC എക്സാം കലണ്ടർ അനുസരിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് മാസത്തെ എക്സാം കലണ്ടർ ഓൾറെഡി വന്നിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് എക്സാം ഇല്ല. സോ സെപ്റ്റംബർ മാസം നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകളുടെ മെയിൻസ് എക്സാം പ്രതീക്ഷിക്കാം. എത്ര ദിവസം മുമ്പിലുണ്ട്? എത്ര ദിവസമുണ്ട്? ഇപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ജൂൺ 13-നാണ്. ഈ മാസം ഒരു 17 ദിവസം, അടുത്ത മാസം 31 ദിവസം, അപ്പോൾ 44 ദിവസമായി. അത് കഴിഞ്ഞ് അടുത്ത മാസം നോക്കുകയാണെങ്കിൽ ഒരു 30 ദിവസം, 74. അടുത്ത മാസം ഒരു 10 എടുക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 80 ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. 80 ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ 80 ദിവസത്തിൽ മക്കളെ എന്താ സിലബസ്? കറണ്ട് അഫയേഴ്സ് 15 മാർക്കുണ്ട്. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് 5 മാർക്ക്, മാത്സ് ഇംഗ്ലീഷ് മലയാളം 10 10 10 30 മാർക്ക് അവിടെ അങ്ങ് തീർന്നു. ഓക്കെ, അത് കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ, ബാക്കിയെല്ലാം നിങ്ങൾ പ്രിലിംസിന് പഠിച്ച സെയിം സാധനം. നിങ്ങളിപ്പോൾ മൊത്തം ഒന്നും പഠിക്കണ്ട, ആവശ്യമുള്ള ടോപ്പിക്കുകൾ, സെലക്റ്റഡ് ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ജോലി അടിച്ചെടുക്കാൻ പറ്റും. ഞാനാണ് പറയുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്തു, മെയിൻസിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഈ ചാൻസ് കളയരുത്. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്, ഈ ചാൻസ് കളഞ്ഞിട്ട് മറ്റൊരു സ്വർഗത്തെ തേടി പോകരുത്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച അവസരം. നന്നായിട്ട് പഠിച്ചു. നിനക്ക് നല്ലൊരു സപ്പോർട്ടോടുകൂടി പഠിക്കണം, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം, നല്ല നോട്ട് വേണം, നല്ല മെൻറ്റർഷിപ്പ് വേണം, കൂടെ നമ്മൾ വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ക്ലാസ്സസ് കാണും, ഏറ്റവും നല്ല നോട്ട്സ് കാണും, പ്രോപ്പറായിട്ടുള്ള റിവിഷൻ കാണും, ഒരുപാട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കാണും, ഒരു ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് ആഡ് ആയിട്ടുണ്ട്, പിന്നെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ചാൻസ് മിസ്സാക്കല്ല, പഠിച്ചോ. ഞാനാ പറയുന്നത് 2027 ഏപ്രിൽ മാസം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ പേര് കാണാൻ പറ്റും. ഇതാണ് അവസരം, അത് മിസ്സാക്കല്ല. ആലോചിച്ചു. ക്ലാസ്സിൽ കാണാം.